മലപ്പുറം മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെതിരെ ചികിത്സാ പിഴവെന്ന പരാതി. പുരുവരിക്കുന്ന വ്രണവുമായി എത്തിയ 5 വയസ്സുകാരിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. പോത്തുകൾ ചെമ്പ്ര നഗറിലെ സുരേഷ് സുനിത ദമ്പതികളുടെ മകൾ സുനിമോൾക്ക് ചികിത്സ ലഭിച്ചില്ലെന്നാണ് പരാതി. കുഞ്ഞിന്റെ തലയിലെ വ്രണം അഴുകിയ നിലയിലായിരുന്നു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തതാണ്. കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഓട്ടോയിലേക്ക് കയറ്റുന്ന സമയത്താണ് തലയിലെ മുറിവിൽ പുഴുവുള്ളതായി കാണുന്നത്. തുടർന്ന് വീണ്ടും നിലമ്പൂർ ആശുപത്രിയിൽ എത്തിച്ചു. കുഞ്ഞിന്റെ തലയിൽ 30-ലേറെ പുഴുക്കളെയാണ് നീക്കം ചെയ്തത്. കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് പറയാമെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. 2-3 പ്രാവശ്യം കുട്ടി വണ്ടിയിൽ നിന്ന് ഞെട്ടി കരയുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവരോട് ചോദിച്ചു കുട്ടി എന്തിനാ കരയുന്നത്, അപ്പോൾ മുറി വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ വീണ്ടും ഇന്നലത്തെ പോലെ ചോരയും ജലവും വരുന്നുണ്ടോ ചോദിച്ചു. ഉണ്ട്, അതിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ ഇളകണ കാണാണ്ട് എന്ന് വന്നു. അതിൽ ഞാൻ വണ്ടി സൈഡാക്കി മുറിവ് തുറന്നു നോക്കിയപ്പോൾ അതിൽ നല്ലതുപോലെ പുഴുക്കൾ ഇങ്ങനെ നുഞ്ഞുന്നതായിട്ട് കാണപ്പെട്ടു. അതിൽ നേരെ ഞാൻ ട്രൈബൽ ഓഫീസിലേക്ക് വിളിച്ചു. മഞ്ചേരിയിലുള്ള നന്ദു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് വിളിച്ച സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്, വീണ്ടും മഞ്ചേരിക്ക് തന്നെ വരണോ അതോ നിലമ്പൂർ കാണിച്ചാൽ മതിയോ എന്ന് ചോദിച്ച സമയത്ത് ഞങ്ങളുടെ ഒരു കാര്യം ചെയ്യും, നിലമ്പൂർ എത്താനായില്ല, ഞങ്ങൾ നിലമ്പൂർ ഡോക്ടറിനെ കാണിക്കുകയായിരുന്നു. അങ്ങനെ നേരെ ഞാൻ ഇവിടെ വന്ന് നിലമ്പൂർ ഹോസ്പിറ്റലിൽ ഡോക്ടറുമായിട്ട് കാഷ്വാലിറ്റി കാണിച്ച് ഡോക്ടറുമായിട്ട് സംസാരിച്ച് അവർ അത് തുറന്നു നോക്കുമ്പോൾ നിറച്ച് പുഴുക്കളാണ്.